Mission College. In the last class, I have explained you what is meant by measures of dispersion or variation or deviation. I have shown you the example. ഞാനൊരു എക്സാമ്പിളൊക്കെ തന്നു 100 ഒക്കെ വെച്ചിട്ട്. That means two or more distribution may have the same arithmetic mean, same number and same total. But they may not be look alike. പക്ഷേ അവ അരിത്തമാറ്റിക് മീൻസ് സെയിം ആണ്, നമ്പർ സെയിം ആണ്, ടോട്ടൽ സെയിം ആയതുകൊണ്ട് ആ മൂന്നെണ്ണം ഒരേപോലെ, ആ മൂന്ന് ഡിസ്ട്രിബ്യൂഷനും ഒരേപോലെ ആവണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് വാരിയേഷൻ പഠിക്കുന്നത്. ആൻഡ് മെഷേഴ്സ് ഓഫ് വാരിയേഷൻ or measures of deviation or measures of dispersion measure the variation or the deviation or the dispersion or the difference or the spreadness or the scatterness of the given figures either from some average or between themselves. ഈ തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ, ഡീവിയേഷൻ ഉണ്ടോ, വാരിയേഷൻ ഉണ്ടോ, സ്കാറ്റർനെസ് ഉണ്ടോ, സ്പ്രെഡ്നെസ് ഉണ്ടോ? മാത്രമല്ല ഏതെങ്കിലും ഒരു ആവറേജിൽ നിന്ന്, അത് അരിത്തമാറ്റിക് മീൻ തന്നെ ആയിരിക്കണം എന്നൊന്നുമില്ല. ചിലതിൻ്റെ കേസിൽ മീഡിയൻ എടുക്കുക, ചിലതിൻ്റെ കേസിൽ മൂടാം. മീഡിയനോ മൂടോ മീനോ അതിൽ നിന്നും വല്ല എങ്ങനെ എത്രമാത്രം അകന്നു കിടക്കുന്നു എന്ന് കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, measures of variation. So measure of variation measures the deviation or the variation between the items or from some average. ഏതെങ്കിലും ഒരു ആവറേജിൽ നിന്നും വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ, ഇത് മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷർ ഓഫ് വാരിയേഷൻ അഥവാ ഡീവിയേഷൻ അഥവാ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. തന്നിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ, എല്ലാം ഒരുപോലെയാണെങ്കിൽ വാരിയേഷൻ 0 ആയിരിക്കും. എല്ലാം ഏകദേശം അടുത്തടുത്ത് കിടക്കുകയാണെങ്കിൽ ചെറിയൊരു സംഖ്യയായിരിക്കും വാരിയേഷൻ. വല്ലാതെ വ്യത്യാസം ഉണ്ടെങ്കിൽ വലിയൊരു സംഖ്യയായിരിക്കും വാരിയേഷൻ. അത് മെഷർ ചെയ്യാനാണ് വാരിയേഷൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്നലെ തന്നെ വേറൊരു എക്സാമ്പിൾ തന്നു. ടീച്ചേഴ്സിൻ്റെ എന്നോട് ആവറേജ് മാർക്ക് ചോദിച്ചു, ടീച്ചറോടും ചോദിച്ചു. ഞാൻ കൊടുത്ത ഒരു ആവറേജ് വലിയ ആവറേജ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനാണ് നല്ല കഴിവുള്ള ആളെന്ന്. പക്ഷേ അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു അത് പോരാ, അതിൻ്റെ വാരിയേഷൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. വാരിയേഷൻ കൊണ്ടുവന്നപ്പോൾ എനിക്കൊരു വലിയ സംഖ്യയാണ് കിട്ടിയത്, ടീച്ചർക്ക് ഒരു ചെറിയ സംഖ്യയാണ്. അതിൻ്റെ അർത്ഥം ടീച്ചർക്ക് ആ എല്ലാ കുട്ടികളെയും ഒരേപോലെ മാർക്കോട് കൂടി കൊണ്ടുപോകാൻ കഴിഞ്ഞു. എനിക്ക് ചില കുട്ടികളൊക്കെ പഠിക്കാവുന്ന കുട്ടികളൊക്കെ പഠിപ്പിച്ചു, ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരുന്നു. അപ്പം വാരിയേഷനും കൂടി കണ്ടിട്ടേ അപ്പോഴേ നമുക്ക് ഒരു ഡാറ്റയെക്കുറിച്ച് പൂർണ്ണമായിട്ടും പറയണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ടെൽ സംതിങ് അബൌട്ട് എ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ, യു ഷുഡ് ബി ഗിവൺ നോട്ട് ഓൺലി ദ അരിത്തമാറ്റിക് മീൻ ബട്ട് ഓൾസോ ദ വാരിയേഷൻ. വാരിയേഷനും കൂടി നമുക്ക് തരണം. ഡിസ്പേർഷൻ, മെഷർ ഓഫ് ആവറേജ്, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അഥവാ ആവറേജ് മാത്രം തന്നാൽ പോരാ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും തന്നെങ്കിൽ മാത്രമേ നമുക്ക് ആധികാരികമായിട്ട് എന്തെങ്കിലും പറയാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് there are 5 methods to study the measure of variation, and the first one is range, second one quartile deviation, third one mean deviation, fourth one standard deviation, last one that is a pictorial representation, that is a graphical representation, and its name is Lorentz curve. And we are not studying Lorentz curve this year. നിങ്ങൾ ഇത് ഈ വർഷം ഇവിടെ ഇല്ല, ഈ വർഷം എന്നല്ല, നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷത്തെ കുട്ടികളൊക്കെ പഠിച്ചിരുന്നു. നിങ്ങൾക്ക് 4 എണ്ണം പഠിച്ചാൽ മതി. ഫസ്റ്റ് വൺ റേഞ്ച്, സെക്കൻഡ് വൺ ക്വാർട്ടൈൽ ഡീവിയേഷൻ, തേർഡ് വൺ മീൻ ഡീവിയേഷൻ, ഫോർത്ത് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ 4 എണ്ണമാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്. മനസ്സിലായല്ലോ? റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ 4 എണ്ണം പഠിക്കുമ്പോഴും there are 2 types of dispersion or deviation or variation. One is absolute measure of variation and the other one is relative measure of variation. രണ്ട് തരത്തിലുള്ള വാരിയേഷൻ ഉണ്ട്. ഒന്ന് absolute measure of dispersion and the other one is relative measure of dispersion. In the case of the absolute measure of variation, that can be used to compare 2 data or 2 or more data only if they are in the same statistical unit. നമ്മൾ ഏതൊക്കെയാണ് രണ്ടെണ്ണം കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കണമെങ്കിൽ
രണ്ടെണ്ണത്തിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? അബ്സല്യൂട്ട് മെഷർ ഓഫ് വാരിയേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു ഉദാഹരണമായിട്ട് പ്രൈസ് വാരിയേഷൻ, നമ്മൾ ബോംബെയിലെ അല്ലെങ്കിൽ കേരളത്തിലെ പ്രൈസ് വാരിയേഷൻ പഠിക്കുകയാണ്. കമ്പയർ ചെയ്യുന്നത് ന്യൂയോർക്കിലെ പ്രൈസ് വാരിയേഷൻ. നമ്മൾ ആദ്യം തന്നെ കേരളവും ബോംബെയും തമ്മിലൊന്ന് എടുക്കാം. വി ആർ ഗോയിങ് ടു കമ്പയർ ദ പ്രൈസ് വാരിയേഷൻ ഇൻ ബോംബെ ആൻഡ് കേരള. ബോംബെയിലത്തും കേരളയിലത്തും പ്രൈസ് വാരിയേഷൻ നോക്കുമ്പോൾ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദിസ് ആബ്സല്യൂട്ട് വാല്യൂ ബിക്കോസ് ഇൻ ബോത്ത് പ്ലേസസ് ദ യൂണിറ്റ് ഓഫ് കറൻസി ഈസ് റുപ്പീസ്. രണ്ട് സ്ഥലത്തെയും യൂണിറ്റ് ഓഫ് കറൻസി റുപ്പീസ് ആണ്. അതുകൊണ്ട് അബ്സല്യൂട്ട് മെഷർ ഓഫ് വാരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ബട്ട് if the unit of currency is different, take the case of the New York. In New York they are using dollar, whereas we are using rupees. അങ്ങനെ വരുമ്പോൾ we cannot make use of this absolute measure of dispersion. In such cases we have to make use of the relative measure of variation. വേറൊരു കാര്യം എടുക്കാം, വെയിറ്റ്. നമ്മൾ കേരളത്തിലെ കുട്ടികളുടെ വെയിറ്റ് കൊടുക്കുന്നു, ബ്രിട്ടനിലത്തെ കുട്ടികളുടെ വെയിറ്റ് കൊടുക്കാനായിട്ട് എന്നിട്ട് അതിൻ്റെ വാരിയേഷൻ കാണാൻ ശ്രമിക്കുകയാണ്. എന്തുമാത്രം വാരിയേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ, അതായത് ഇപ്പം എന്താണ് സെക്കൻഡ് ഇയർ BCom പഠിക്കുന്ന കുട്ടികൾ ഇവിടുത്തെ അവിടുത്തെ കുട്ടികളുടെ വെയിറ്റ് ഒന്ന് എടുത്തു നോക്കുമ്പോൾ, ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ വല്ലതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ, ഇവിടെ നമ്മുടെ വെയിറ്റിൻ്റെ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. അതേ സമയത്ത് ബ്രിട്ടനിൽ അത് പൗണ്ടാണ്. കമ്പയർ ചെയ്യാൻ പറ്റില്ല കുട്ടികളെ. രണ്ട് സ്ഥലത്തും രണ്ടാണ്. അവിടുത്തെ മെഷർമെൻറ്റ് പൗണ്ടാണ്, ഇവിടുത്തെ മെഷർമെൻറ്റ് കിലോഗ്രാം ആണ്. അപ്പോൾ അതും കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരേപോലെയുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആബ്സല്യൂട്ട് മെഷർ ഓഫ് വാരിയേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ആബ്സല്യൂട്ട് മെഷർ ഓഫ് വാരിയേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു കമ്പയർ 2 or more data only if they are in the same statistical unit. ഞാൻ ഇതിനൊക്കെ ഒരു നോട്ട് തരുന്നുണ്ട് കേട്ടോ, PDF ഫോമിലാക്കിയിട്ട് അവസാനം തരാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഞാൻ പറയണതൊന്ന് കേൾക്കാൻ പറ്റുന്ന കുട്ടികൾ ഞാൻ ഈ പറയുന്നതിൽ നിന്ന് എഴുതി വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടല്ലോ, അത് നിങ്ങൾ സൗകര്യം പോലെ നിങ്ങൾ ചെയ്യാം. ആൻഡ് വാട്ട് ഈസ് റിലേറ്റീവ് മെഷർ ഓഫ് വാരിയേഷൻ? The relative measure, in the case of the relative measure of variation, that is also known as the coefficient of variation. അതിൻ്റെ മറ്റൊരു പേരാണ് coefficient of variation. And coefficient means a value which is free from all kinds of statistical unit. സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റുകളിൽ നിന്നൊക്കെ സ്വതന്ത്രമായൊരു സംഖ്യ എന്നാണ് എന്തിൻ്റെ അർത്ഥം? കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ആൻഡ് ദിസ് കോഎഫിഷ്യൻ്റ് ഓഫ് വാരിയേഷൻ ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് as a ratio between absolute measure of variation and any average. Absolute measure of variation ഏതെങ്കിലും ഒരു ആവറേജിൻ്റെ റേഷ്യോ ആക്കി. That means absolute value divided by an average. It is the ratio of an absolute value to an appropriate average. This relative value, relative variation, relative measure of variation is the ratio of an absolute value to an appropriate average. അപ്പോൾ ഈ ആബ്സല്യൂട്ട് വാല്യൂ കിട്ടിയതിനെ ഏതെങ്കിലും ഒരു ആവറേജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് റിലേറ്റീവ് വാല്യൂ ആയി. ദാറ്റ് വാല്യൂ ക്യാൻ ബി യൂസ് ടു കമ്പയർ എനി ഡാറ്റ. ഏത് ഡാറ്റയെ വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മളിവിടെ പഠിക്കുമ്പോൾ റേഞ്ച് പഠിക്കുമ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ റിലേറ്റീവ് വാല്യൂ അതിന് പറയുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഉണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഉണ്ട്. മീൻ ഡീവിയേഷൻ ഉണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. ഇത് 4 എണ്ണത്തിൽ നമ്മൾ ഈ 2 എണ്ണം വെച്ച് നമ്മൾ പഠിക്കണം. നമ്മൾ ആദ്യം അപ്പം നമ്മൾ 2 എണ്ണം ഞാൻ പറഞ്ഞു. ഒന്ന് എന്താ പറഞ്ഞത്? ആബ്സല്യൂട്ട് മെഷർ ഓഫ് വാരിയേഷൻ. Absolute measure of variation. മറ്റൊന്ന് എന്താ പറഞ്ഞത്? relative measure of variation. Absolute measure ഞാൻ പറഞ്ഞു that can be used to compare 2 data only if they are in the same statistical unit. റിലേറ്റീവ് ഡാറ്റയുടെ മറ്റൊരു പേരാണ് കോഎഫിഷ്യൻ്റ്. ഈ വാക്ക് നമ്മൾ കുറേ എഴുതും കേട്ടല്ലോ. കോഎഫിഷ്യൻ്റ് എന്നുള്ളതിന് പകരം ഇനി നമ്മൾ എഴുതാൻ പോകുന്നതൊക്കെ ഇങ്ങനെയാണ് എഴുതുന്നത്. ദാറ്റ് മീൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്,
ഇതിട്ടിട്ട് ഒരു റേഞ്ച് ഇപ്പുറത്ത് എഴുതാം. കേട്ടല്ലോ. കോഎഫിഷ്യന്റ് ഓഫ് QD COEFF ക്വാർട്ടൈൽ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് MD കോഎഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യന്റ് ഓഫ് SD കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ പേരാണത്.